ഇനി ഉള്ളതെന്ന് വെച്ചെങ്കിൽ ഇവരുടെ എന്ത് ബേസിലാണ് ഇവർക്ക് അഡ്മിഷൻ കിട്ടുന്നുള്ളതാണ്. 100% നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഈ അഡ്മിഷന്റെ ക്വാളിഫിക്കേഷൻ നമ്മളുടെ മാർക്ക് തന്നെയാണ്. നമുക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട്, നമ്മളുടെ എത്ര CGPA, എത്ര സ്കോർ കിട്ടുന്നുള്ളതാണ്. ഏകദേശം ഒരു 70+ സ്കോർ കിട്ടുന്ന കുട്ടികളാണ്, 70% മേളിൽ കിട്ടുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചാൻസസ് ഉണ്ട്. IELTS നല്ല സ്കോറും കൂടി മേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു അഡ്മിഷൻ ഏകദേശം ഉറപ്പിക്കാം. പിന്നെ അവർ എന്ത് സ്ട്രീമാണോ പഠിച്ചിട്ടുള്ളത് അതേ സ്ട്രീമിലേക്ക് തന്നെ അവർ പോകേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചൊരു കുട്ടിക്ക് ഇനി PG തലത്തിൽ പോയിട്ട് റോബോട്ടിക്സ് പഠിക്കാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷെ പറ്റിയെന്ന് വരില്ല. അപ്പൊ അവര് എന്താണ് നമ്മളുടെ ബാച്ചിലേഴ്സിൽ നമ്മുടെ സ്ട്രീം ഉള്ളത്, ആ സ്ട്രീമിന് തന്നെ സ്പെഷ്യലൈസേഷൻസ് ആണ് അവര് ജർമ്മനിയിലെ മാസ്റ്റേഴ്സിന് പോകുമ്പോൾ അവര് കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ജർമ്മൻ ലാംഗ്വേജിന്റെ ആവശ്യമില്ല. പക്ഷെ നമുക്ക് ഒരു പക്ഷേ ഇംഗ്ലീഷിൽ നമ്മൾ കുറച്ച് വീക്കാണ്. നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം കുറെ യൂണിവേഴ്സിറ്റി ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ജർമ്മനിലെ പബ്ലിക് തന്നെ ഒരു 10-25 യൂണിവേഴ്സിറ്റി മേളിലുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ യൂണിവേഴ്സിറ്റികളിൽ ഒക്കെ തന്നെ ജർമ്മൻ ലാംഗ്വേജിലുള്ള ധാരാളം കോഴ്സുകൾ അവിടെ അവൈലബിൾ ആണ്. പക്ഷെ ഇംഗ്ലീഷിലേക്ക് വരുമ്പം അത്രയധികം കോഴ്സുകൾ അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 70% മേളിലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇംഗ്ലീഷ് ടോട്ടലിൽ നിന്ന് അഡ്മിഷൻ കിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ മാർക്ക് ഒരു പക്ഷെ കുറവാണെന്ന് കരുതുക. അപ്പൊ നമ്മുടെ മാർക്ക് ഇപ്പോൾ 50 52 ഒക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ആ മാർക്ക് വെച്ച് നമുക്ക് നേരിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇംഗ്ലീഷ് ടോട്ടല്. പക്ഷെ ജർമ്മൻ ടോട്ടൽ അത് കിട്ടും. കാരണം ജർമ്മൻ ടോട്ടല് അത്രമാത്രം മാർക്കില്ലെങ്കിലും, കാരണം അവിടെ ധാരാളം സീറ്റ്സ് അവൈലബിൾ ആണ് ജർമ്മൻ ടോട്ടലിലേക്ക് ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ജർമ്മനിക്ക് പോയേ തീരൂ. നമുക്ക് മാർക്ക് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ട കോഴ്സ് എന്ന് പറഞ്ഞെങ്കിൽ ഈ ജർമ്മൻ കരിക്കുലമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിലേക്കായിട്ട് നമുക്ക് ലാംഗ്വേജ് എന്തായാലും പ്രൂവ് ചെയ്യേണ്ടി വരും. നമുക്കൊരു ജർമ്മൻ ലാംഗ്വേജിൽ ഒരു B2 പ്രൊഫഷൻസി ഉണ്ടെങ്കിലാണ് ആ ഒരു കാറ്റഗറിക്ക് നമുക്ക് എത്താൻ പറ്റുന്നത്. ഇൻ കേസ് നമുക്ക് ജർമ്മൻ ലാംഗ്വേജിൽ നമുക്ക് അത്രയും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഇംഗ്ലീഷ് ടോട്ടലിലേക്ക് പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുള്ളൂ.